ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഒരുപാട് ടൈമോ ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇല്ല. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉണക്കലരിയാണ് എടുത്തത്. അരക്കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റോളം കുതിർത്ത് വെക്കാം. ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. നമ്മളീ പായസം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ടൈം ഇങ്ങനെ ഇളക്കി എടുത്തുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിപ്പോൾ എടുത്ത പാല് 1 ലിറ്റർ പാലാണ്. ഇതിൽ ഞാൻ വെള്ളം കുറേയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാര 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത ശേഷം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് ഞാൻ കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ പാല് കുറച്ച് സമയമായി വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മിക്സായി കൊടുത്ത ശേഷം നമുക്കിപ്പോൾ ഈ ടൈമിൽ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് നല്ല കറക്റ്റായിട്ടുള്ള മധുരം തന്നെ ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാണ്. 1/2 മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വരാതെ വേണം ഇത് കുക്ക് ചെയ്യാൻ. വിസിൽ വരാൻ പാടില്ല. അപ്പോൾ ടൈം നോക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വിസിലൊന്നും വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാനൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പീച്ച് കളറ്, പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള പായസമാണിത്. ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള പായസമാണ്. നല്ല രസമില്ലേ കളറ് കാണാൻ? നല്ലൊരു പിങ്ക് കളർ തന്നെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ കുറച്ച് കളറ് കുറവാണ്, ശരിക്കും കാണാൻ നല്ല കളറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.